അഭിജിത്ത് ദീപ്കെ ശരിക്കും പെട്ടിരിക്കുകയാണ്. CJP സ്ഥാപകൻ്റെ ആ ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുക്കുകയാണ്. അതായത് CJP സമരത്തിൻ്റെ മറവിൽ BJP ഗുണ്ടകളെ ഇറക്കുന്നു, അക്രമം അഴിച്ചുവിടുന്നു, CJPയുടെ പേര് കളങ്കപ്പെടുത്തുന്നു എന്നുള്ള മുൻകൂർ ജാമ്യമൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ അഭിജിത്ത് ദീപ്കെ CJP സ്ഥാപകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഡിഫെൻസീവ് സ്റ്റൈലിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അഭിജിത്ത് ദീപ്കെക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നിലവിൽ ജിഹാദികളും അതുകൂടാതെ ഖലിസ്ഥാൻവാദികളും പിന്നെ ആൻറ്റി ഇന്ത്യൻ തുക്കടെ ഗ്യാങ് ഒക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ ഒരു കൈകളിലേക്ക് ഇത് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ആളെ കൂട്ടാൻ വേണ്ടി ഇവരെയൊക്കെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാം അവരുടെ അജണ്ടകളിലേക്ക് പോയി എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്ത് നീറ്റ് പരീക്ഷ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോലും എഴുതാത്ത ആളുകളാണ് ഈ പറയുന്ന പല വിദ്യാർത്ഥികൾ എന്നുള്ള വ്യാജേന അവിടെ വന്ന് പ്രതിഷേധിച്ചത്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തിനാണോ വന്ന ആ അജണ്ടയിലേക്ക് അവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ചില ആളുകൾക്ക് മോദിയെ കൊല്ലണം, ചില ആളുകൾക്ക് മോദിയെ താഴെ ഇറക്കണം, ചില ആളുകൾക്ക് ഉമർ ഖാലിദിനെ മോചിപ്പിക്കണം, മറ്റു ചിലർക്ക് ഇവിടെ ഖലിസ്ഥാൻ രാജ്യം സ്ഥാപിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൻറ്റി ഇന്ത്യൻ തോട്ട്സാണ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കയ്യിൽ നിന്ന് ഈ സാധനം പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിഫെൻസീവ് സ്റ്റൈലിൽ അഭിജിത്ത് ദീപ്കെ കാര്യങ്ങളെ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം CJPയുടെ ജന്തർ മന്ദറിലെ വേദിയിൽ ഒരു കാര്യം ഉണ്ടായി. അതായത് ശകാരിക്കുന്ന അഭിജിത്ത് ദീപ്കെ അവിടുത്തെ അണികളെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിഷേധക്കാരെ ശകാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വളരെ വൈറലായിട്ട് കാണുന്നുണ്ട്. अगर आपको ये नारे लगाने बाहर चले जाइए आप, यहाँ के कुछ गाइडलाइंस है वो आपको फॉलो करने पड़ेंगे. आपके इन चीजों की वजह से पूरा जो मीडिया है वो बदनाम कर देगा इस प्रोटेस्ट को. आपको पता है कैसे इसका गलत इस्तेमाल किया जा सकता है, फिर भी आप लोग वो भूल कर रहे हो. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ നീറ്റിനെ കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അല്ലാതെ മറ്റു വിഷയങ്ങൾ നിങ്ങളുടെ ഉയർത്തരുത്, അങ്ങനെയുള്ളവർക്ക് പുറത്തു പോകാമെന്നൊക്കെ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. അത് ഇത്ര വേഗം ഇതിൻ്റെ ഒരു വിശ്വരൂപം പുറത്തു വരും, ഈ സമരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളത് പെട്ടെന്ന് എക്സ്പോസ് ചെയ്യപ്പെടും എന്നുള്ള ആരും വിചാരിച്ചില്ല. ഇതിൻ്റെ ആസൂത്രണം നടത്തിയ ആളുകളും വിചാരിച്ചിട്ടില്ല എന്നതാണ്. അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് മാതൃകയിൽ ക്രമേണ ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക. ആദ്യം ഒരു നിരാഹാര സമരം, സമാധാന രീതി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വലിയ ട്രാക്ഷൻ ലഭിക്കും എന്നുള്ളത് അവർക്കറിയാം. പല ആളുകളും ഇതിൻ്റെ മറ്റു വശങ്ങളൊന്നും നോക്കുന്നില്ല. അവരൊറ്റ വിഷയത്തിൽ വൈകാരികമായിട്ട് ആളെ കൂട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൽ അവർ വിജയിച്ചു. പക്ഷേ അത് കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ വേറൊരു തലത്തിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ അത് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണിപ്പോൾ CJPയുടെ ഒരു സമരവേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബംഗ്ലാദേശ് മാതൃകയിൽ തന്നെ നടപ്പാക്കിയ ഒരു പ്രൊജക്റ്റാണെന്ന് സംശയിക്കാൻ ഇനി പ്രത്യേകം തെളിവുകളൊന്നും ആവശ്യമില്ല. കാരണം ബംഗ്ലാദേശിലും ജൂണിലാണ് ഈ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം അല്ലെങ്കിൽ ജെൻസി പ്രക്ഷോഭം ആരംഭിച്ചത്. ഇവിടെയും ജൂണിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് ബംഗ്ലാദേശിൽ ഇതൊരു വേറെ തലത്തിലേക്ക് മാറി. രാജ്യം ശരിക്കും ഒരു അരാജക ത്തിലേക്ക് അങ്ങ് വീണു എന്ന് പറയേണ്ടി വരും. അവസാനം നിക്കക്കള്ളിയില്ലാതെ ഷെയ്ഖ് ഹസീനയ്ക്ക് പോകേണ്ടി വന്നു. പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ അതേ രീതിയിലുള്ളൊരു സാഹചര്യം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയാണ്. ഇന്ത്യൻ മിലിറ്ററിയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ആർക്കും ഇതിലൊരു ഭയവും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അവർ ശ്രമങ്ങൾ നടത്തും, പരമാവധി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക. അവർക്ക് വേണ്ടത് അടുത്ത തലത്തിൽ ഇതിലൊരു ഒരു കാഷ്വാലിറ്റി എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതായത് ഈ സമരം ആദ്യം സമാധാനപരമായ രീതിയിൽ പോകും, പിന്നീട് ഇത് ഈ രീതിയിൽ അക്രമം അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള രക്തസാക്ഷികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നെ യൂസ് ചെയ്തിട്ട് ഇതിനെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ബംഗ്ലാദേശിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ആദ്യം വിദ്യാർത്ഥികൾ പോലീസിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവസാനം പോലീസ് തിരിച്ചടിച്ചപ്പോൾ അല്ലെങ്കിൽ മിലിറ്ററി അവിടെ തിരിച്ചടിച്ചപ്പോൾ അവർ ഇരവാദം പറഞ്ഞു. ഇതേ രീതിയിൽ തന്നെ ഇവിടെയും അതേ രീതിയിലുള്ള പ്ലോട്ടാണ് ഇപ്പോൾ ഡൽഹിയിലെ തെരുവോരങ്ങൾ നമ്മൾ കണ്ടത്. പോലീസിനെ വലിയ തോതിൽ ആക്രമിക്കുന്ന, വിദ്യാർത്ഥികൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റു മുദ്രാവാക്യങ്ങൾ, വളരെ ആൻറ്റി ഇന്ത്യനായുള്ള മുദ്രാവാക്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം, അതാണ് ഇവർ ആദ്യം മുതൽ ശ്രമിച്ചത്. പക്ഷേ അത് ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ആ ഒരു വളരെ സമചിത്തതയോടെയുള്ള തീരുമാനങ്ങളും നടപടികളുമാണ് ഇപ്പോൾ ഇവരുടെ പദ്ധതിയൊക്കെ തകർത്തിരിക്കുന്നത്. ബംഗ്ലാദേശിലും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്. അവിടെ അമേരിക്കൻ ഒരു പാവ എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് യൂനസ് ആയിരുന്നു ഇവരുടെ ഒരു സെൻട്രൽ ഫിഗർ. ഇവിടെയാണെങ്കിൽ അതേ രീതിയിൽ മക്സാസെ അവാർഡൊക്കെ നേടിയ
ആ ഒരു പശ്ചാത്തലമുള്ള കണ്ടാൽ ഒരു നോൺ പൊളിറ്റിക്കലാണെന്ന് തോന്നുന്ന ഒരു വ്യക്തി സോനം വാങ്ചുക്ക്. പിന്നെ ഇതേ രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു. ഇവിടെ അത് ഭീം ആർമിയുടെ പേരിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. ബംഗ്ലാദേശിൽ നടന്ന ജൻസി വിപ്ലവവും ഇവിടെ നടക്കുന്ന ഈ സമര ആവാസവും തമ്മിൽ ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. CJPയുടെ സമരപ്പന്തലിൽ തന്നെ മുറുമുറുപ്പ് പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. ഒന്ന്, അവരുടെ വിജേത ദഹിയ എന്ന് പറയുന്ന അവരുടെ ഒരു സ്പോക്സ്മാനെ പുറത്താക്കി ബർഗർ കഴിച്ചതിന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഈ പറയുന്ന നേതാക്കൾ സൗരവ് ദാസ് ആണെങ്കിലും അശുതോഷ് രംഗെ ആണെങ്കിലും ഇവർ പലപ്പോഴും സുഖലോലുപരായിട്ട് കഴിയുന്നു. അണികളെ പുറത്തേക്ക് വിടുന്നു, പോലീസുമായിട്ട് ഏറ്റുമുട്ടാൻ അവരെ വിടുന്നു, പോലീസിന് മുമ്പിൽ അവരെ ബലി കഴിപ്പിക്കുന്നു എന്നുള്ളൊരു ആരോപണം വളരെ ശക്തമാണ്. പോലീസ് ലാത്തിചാർജിനെ അണികൾ അല്ലെങ്കിൽ ഈ പറയുന്ന CJP പ്രവർത്തകർ നേരിടുമ്പോൾ ഇവരാരും ആ ഭാഗത്തുണ്ടാവില്ല. ഇവരെല്ലാം വളരെ സേഫായിട്ട് നിൽക്കുന്നു. ഇതേ ആരോപണം അതേ ജന്തർ മന്ദറിലെ വേദിയിൽ ഇപ്പോൾ പ്രവർത്തകർ ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. तो मैं क्या दे रहे हो यहाँ? माफी मांगो तुम सबसे पहले। माफी मांगो तुम। क्यों ऐसी जगह बैठे हो? माफी मांगो। ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ശരിക്കും ഇതൊരു വേറെ തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇത് പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, യഥാർത്ഥ ലക്ഷ്യം ഇതല്ലെന്ന് പലരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വിദ്യാർത്ഥികളായി വന്ന പല വ്യക്തികളും, അതായത് ജെന്യൂൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവർക്കിപ്പോൾ കാര്യം മനസ്സിലായിരിക്കുന്നു. ഇവരുടെ ലക്ഷ്യം ഒരു പൊളിറ്റിക്കൽ പ്ലോട്ടാണ്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഏറെ ദൗർഭാഗ്യകരമായൊരു സംഭവം തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ അതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കതിനെ ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. ക്രെഡിബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതിനുശേഷം പുനഃപരീക്ഷ നടത്തി, പെട്ടെന്ന് തന്നെ പുനഃപരീക്ഷ നടത്തി അത് കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചു. അതിനുശേഷം ഫലം പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ തിരക്കിലാണ് വിദ്യാർത്ഥികൾ, പ്രവേശനം നേടിയ വിദ്യാർത്ഥികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അത് ദൗർഭാഗ്യകരമായ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഇനി മറികടക്കുക, ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ള ആ ഒരു ദിശാബോധവുമായിട്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ പേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പെട്ടെന്ന് തന്നെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ആ ഒരു ഔട്ട്റീച്ച് നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വികാരമാണ് ഏറ്റവും പ്രധാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, വിദ്യാർത്ഥികളുടെ താല്പര്യം മാത്രമാണ് നമ്പർ 1 ഒരു പ്രയോറിറ്റി എന്നുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടും ഇവർ തയ്യാറാകുന്നില്ല, ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ലക്ഷ്യം മറ്റൊന്നാണെന്നുള്ളത് വ്യക്തമാണ്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പ്രതിഷേധമാകാം, പക്ഷേ പ്രതിഷേധം എന്ന് പറയുന്നത് കലാപം നടത്താനുള്ള ലൈസൻസ് അല്ല. അത് എല്ലാവരും ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്.